കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ. ഇതൊരു നെറ്റിപ്പട്ടത്തിൻ്റെ ഏകദേശം ഒരു മോഡലാണ്. അപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് കേവലം ഒരു അലങ്കാര വസ്തു മാത്രമല്ല കേട്ടോ. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 33 ദേവഗണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണെന്നാണ് നെറ്റിപ്പട്ടത്തെ പറ്റി പറയാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതുണ്ടാക്കുന്ന ഒരു ചേച്ചി ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ചേച്ചിയുടെ അടുത്ത് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. പേര് പറഞ്ഞോ? രത്ന. ചേച്ചി ഇത് എവിടെയാണ് കറക്റ്റ് സ്പോട്ട്? ഇലക്ട്രിക് ഓഫീസ് PG കമ്പനി സമീപം. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നതിലേക്ക് ഇറങ്ങി തിരിച്ചത്? ഇതിൽ ഭയങ്കര ആഗ്രഹമാണ്. ഇത് കുറച്ച് ഇതാകുമ്പോൾ എനിക്കിത് പഠിക്കണമെന്ന് തന്നെ ഇത് ഈ മേഖലയിലെത്തി ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ആയതാണ്. ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷമ ക്ഷമ ഭയങ്കരമാണ്. എത്ര സമയം വരെ ഇരുന്നെടുക്കാൻ ഭയങ്കര താല്പര്യം. നന്നായിട്ട് ക്ഷമിച്ച് ക്ഷമയില്ലേ ചെയ്യാൻ കഴിയില്ല. എന്താണ് ഈ സാധനങ്ങളൊക്കെ? മുത്താണോ ഇത്? മുത്താണ്. മുത്താണ് വെച്ച് പശ വെച്ച് ഒട്ടിക്കല്. ഈ നെറ്റിപ്പട്ടം വെറുതെ ഒരു കാഴ്ച വസ്തു അല്ലല്ലോ. ഇതിന് ഒരു ഹൈന്ദവ വിശ്വാസമായിട്ടൊക്കെ ഭയങ്കര ബന്ധമാണ്. എന്താണ് ഇത്? ഇതിനെ ഓരോ മുത്ത് ഓരോന്നിനെ പ്രതിനിധീകരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു. മൂലഗണപതി, സരസ്വതി, പാർവതി, ത്രിമൂർത്തികള്. അതാണ് ത്രിമൂർത്തികൾ. ചന്ദ്രക്കല, ശിവനെ പ്രതിനിധീകരിക്കുന്ന ചന്ദ്രകല. അങ്ങനെ ഓരോ ദൈവങ്ങളും 33 ദൈവങ്ങളുണ്ടെന്നാണ് അല്ലെ പറയപ്പെടുന്നത്. ഇത് ശരിക്കും വീട്ടിൽ വെക്കുന്നതിന്റെ ഒരു ഗുണം എന്താണ്? ഏറ്റവും നല്ല ഐശ്വര്യം വീട്ടിൽ വെക്കുന്നത്. ഐശ്വര്യമാണ്, അങ്ങനെയാണ് വിശ്വാസം അല്ലെ? ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത്? ഭർത്താവും മക്കളുമാണ്. അപ്പോ ബാക്കിയുള്ള വീട്ടു ജോലിക്കൊക്കെ എല്ലാം ചെയ്ത് ഇല്ല ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഫുൾ സപ്പോർട്ടാണ്. ഹാപ്പിയായി ചെയ്യുന്നു. ഇതുവരെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യം ഇതിന്റെ ഫസ്റ്റത്തെ പണി എങ്ങനെയാണ്? തുടക്കം എങ്ങനെയാണ്? കാർഡ്ബോർഡ് ആണോ? അല്ലല്ല, ഫസ്റ്റ് വെൽവെറ്റ്, റെഡ് വെൽവെറ്റ്, പിന്നെ ക്യാൻവാസ്, മഞ്ഞ കോർത്ത്, അതിലാണ് മുത്ത് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒന്ന് പണി മുഴുവനായി തീർക്കാൻ എത്ര ദിവസം ഉണ്ടാകും? ഇത് ഓരോ സമയം ഇരുന്ന പോലെ, എന്നാലും ഒരു ആഴ്ച ഏകദേശം വലുതാക്കണമെങ്കിൽ ഒരാഴ്ചയോളധികം ആവും അല്ലേ? ഏറ്റവും ഇതിപ്പോ എത്ര അടിയാണ്? 3 അടി. അടിപൊളി സാധനമാണ്. വിചാരിച്ച പോലെ നല്ല മുത്തുകളാണെന്ന് വിചാരിച്ച് തള്ളിക്കളയൊന്നും വേണ്ട. നല്ല വെയിറ്റ് ആണ് അല്ലേ ചേച്ചി? ത്രെഡിനും അത്യാവശ്യം നല്ല ഇതുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡാണ്.